സ്നേഹം നിറയ്ക്കണേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾ ക്ഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അടുത്ത കഴിഞ്ഞു പോയ ടൂറാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ഫാമിലിക്കാർ, ഒരു 5 ഫാമിലി ഞങ്ങളുടെ പുത്തൻ അർബാനിയ അതിൽ കയറി ഒരു ടൂർ അങ്ങോട്ട് വിടാമെന്ന് വെച്ചു. അപ്പോൾ അതിലൊരു വില്ലൻ പറഞ്ഞു, ചേട്ടാ ഭരണങ്ങാനത്ത് കൊണ്ട് നിർത്തി ലേഡീസിനും പിള്ളേരൊക്കെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഭരണങ്ങാനത്ത് ഇറങ്ങി. കണ്ട അമ്മമാരൊക്കെ വളരെ സന്തോഷവതികളായി, പ്രത്യേകിച്ച് മക്കളും. അവരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ കെട്ടിയവന്മാരൊക്കെ നല്ല വില്ലന്മാരാണ് എന്നുള്ളത് അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിക്കുക എന്തൊക്കെ പാര വയ്ക്കുക, എവിടെയൊക്കെ പാര വയ്ക്കുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ അർബാനിയ. ഈ അർബാനിയ റോട്ടിൽ കൂടെ പോകുമ്പോണ്ടല്ലോ 19 കിലോ സ്വർണ്ണമൊക്കെ ഇട്ട് ഈ അറബി പെണ്ണുങ്ങൾ പോണ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കാണില്ലേ? അതൊരു പ്രത്യേക ചന്തം തന്നെ, ഒരു ആനച്ചന്തം. അപ്പോൾ നമ്മൾ ഭരണങ്ങാനം ഒക്കെ ഒന്ന് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നും കൂടെ നോക്കിയാൽ നേരെ ഞങ്ങൾ പോയി ഇല്ലിക്കൽ മേടല്ല കേട്ടോ, ഇല്ലിക്കൽ കല്ല്, രണ്ടും തെറ്റിപ്പോവും. ഈ കല്ല് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് 2 വലിയ കല്ലുകളാണ്. ആ കല്ലെന്ന് പറഞ്ഞാൽ വലിയൊരു മലയാണ്, വലിയ 2 മലകൾ. ഒരു മല മഞ്ഞ് മൂടിക്കെടുക്കുമ്പോൾ മറ്റേ മല കോട വന്നിരിക്കും. അപ്പോൾ അവിടേക്ക് കയറി പറ്റണമെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമുക്കൊരു ട്രെക്കിംഗ് ഉണ്ട്, ജീപ്പ് ട്രെക്കിംഗ്. അത് മതി. ആ അന്തരീക്ഷത്തിൽ ഇങ്ങനെ സന്തോഷിച്ച് ഉല്ലസിച്ച് പാട്ട് പാടി അങ്ങ് പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതൊരു സുഖം തന്നെയാണ്. അപ്പോൾ ട്രക്കിങ്ങിനുള്ള വണ്ടി വരണം നോക്കിയാണ് നിൽക്കണത്. അപ്പോൾ ഇവിടെ ട്രക്കിങ് ഉള്ള വണ്ടിക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുമ്പോഴും അവിടെ അത്യാവശ്യം ചിറ്റിക്കളികളൊക്കെ നടക്കും കേട്ടോ. അവിടെ 5-8 കടകളുണ്ട്. ആ കടകളിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. അതിനിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞ് സൊറ പറഞ്ഞ് ഇതേപോലെ ആഹ്ലാദിച്ച് നടക്കാം. ഈ അമ്മമാരൊക്കെ ആ ദിവസം വീട്ടിലിരുന്ന് എന്താ ചെയ്യുക? സീരിയൽ കാണും, കുറച്ച് എന്താ പറയുക കുശുമ്പ് പറയും, കുറേ ഫോൺ ചെയ്യും. പക്ഷേ ഇന്നിപ്പോൾ അവരെല്ലാം ഞങ്ങൾ മൊത്തത്തിൽ ആഹ്ലാദിച്ചു, അതിനൊരു സംശയമില്ല. ഇനി ആ പുള്ളി പറയും ബാക്കി. നമ്മൾ വന്നിരിക്കുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. 4 സൈഡ് മലയായിട്ടുള്ള ഒരു ഏരിയ. അത് കഴിഞ്ഞു നമ്മളിതാ മുകളിലേക്ക് എത്തി. ഈ മുകളിലെത്തിക്കഴിഞ്ഞാലത്തെ സ്ഥിതി എങ്ങനെയാണെന്നറിയോ? അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ജസ്റ്റ് സ്ഥലമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ കൈവരി കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് അതൊക്കെ അങ്ങ് കെട്ടിപ്പൊക്കി എടുത്തത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പോൾ കൊങ്കൺ റെയിൽവേ പണിത മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. ഇതിൽ നടന്ന് കയറാം, ഒരു വഴിക്ക് സ്റ്റെപ്പുകളുണ്ട്, വേറൊരു വഴിക്ക് സ്റ്റെപ്പുകളില്ല. നമ്മുടെ ആ കനകമല പള്ളിയിൽ കയറണ മാതിരി കയറാം, ഒരു വഴിക്ക് കയറിയാൽ മലയാറ്റൂർ മല പോലെ കയറാം. അപ്പോൾ മിടുക്കന്മാരൊക്കെ മുകളിൽ കയറി കീഴ്പോട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും വാഗമണ്ണ് എത്തി. വാഗമണ്ണത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാട്ടില്ല, മഴ പെയ്യനും മഞ്ഞ് വരുന്നു. ഇത് രണ്ടും പോയി ചെറിയ വെയിൽ വരുന്നു. മൊത്തത്തിൽ നല്ല തണുത്തൊരു അന്തരീക്ഷമാണ്. പക്ഷെ കുടയില്ലാത്ത കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും അവിടെ കിട്ടിയ ആ ഒരു ചൂടും തണുപ്പും കാറ്റും അത് മൊത്തത്തിലൊരു ഉഷാറന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ അവിടെ അന്തസ്സായിട്ട് ആഘോഷിച്ചു. എന്തിനു പറഞ്ഞു, റോട്ടിൽ നിന്ന് പാട്ട് പാടി തകർത്തു. അത് കണ്ടപ്പോൾ ലേഡീസിനൊക്കെ ഒരു അസൂയ. എന്നിരുന്നാലും അവരിൽ ഒട്ടും പിന്നിലല്ല കേട്ടോ. അവർ നമുക്കിട്ട് വെല്ലുവിളിച്ച് പറഞ്ഞ് നമ്മൾ വണ്ടി കയറട്ടപ്പോൾ കാണിച്ചതാണ് ഫ്ലവർ ഗാർഡൻ കേട്ടോ. അതെ, വണ്ടി കയറി. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണേ ഇവർ വെറും സീരിയൽ കാണുന്ന ടീമല്ല കേട്ടോ. ഏത് തട്ടിനും തടയ്ക്കും ഞങ്ങൾ റെഡി എന്നുള്ള കണ്ടീഷനിലാണ് അവർ കലക്കണേ. ഞാൻ പറയണ്ട, നിങ്ങൾ നേരിട്ട് കണ്ടോ. ഇങ്ങനെ എന്താ പറയാ, എല്ലാം ഉള്ളിലൊതുക്കി വീട്ടിൽ കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു സമയത്ത് പോകാന്ന് പറയുമ്പോൾ ആ മനസ്സിലുള്ള ടെൻഷൻ അതൊക്കെ നമുക്കങ്ങനെ ഇറക്കി വയ്ക്കാം. പ്രായം ചെറുപ്പം ഒരു ടൂറ് നിങ്ങൾ പൊക്കോ,
നിങ്ങൾക്ക് 2 പൈസ കുറയും. അതിന് ഞാൻ ഗ്യാരണ്ടി. ഇതല്ലാണ്ട് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പരിപാടികൾ നടക്കുന്നൊന്നും നടക്കില്ല കേട്ടോ. കൂടുതൽ നീട്ടണില്ല. എല്ലാവർക്കും ഒരു നല്ല